നമസ്കാരം. വാരാന്ത്യ ഡെമോക്രസിയാണ്. എല്ലാവർക്കും സ്വാഗതം. 2013 കടന്നുപോകുന്നു. ഈ വർഷം ക്രൂശിക്കപ്പെട്ടവരുടെ പട്ടികയിൽ നടൻ ദിലീപ് തന്നെയാണ് മുന്നിൽ. നികുതിയൊന്നും അടക്കാതെ നടക്കുന്നവർക്ക് ഇമാതിരി പണി ഇനി ഒരു കസ്റ്റംസുകാരും കൊടുക്കരുത്. വിളിച്ചാൽ അങ്ങോട്ട് വന്നേനെ എന്ന് പറഞ്ഞ ദിലീപിന്റെ വീട് കയറി റെയ്ഡ് ചെയ്ത് കളഞ്ഞു പഹയന്മാർ. 13 ലക്ഷത്തോളം രൂപയും ഇത്തിരി ഡോളറും പിടിച്ചു. ഒടുവിൽ വിളിച്ചു വരുത്തി ചോദ്യവും ചെയ്തു കളഞ്ഞു. കുടിശ്ശിക അടയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ടാക്സാണ് സർവീസ് ടാക്സ്. അതിനെല്ലാം വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. പിന്നെ അവർക്ക് സംശയങ്ങളുള്ള കാര്യങ്ങൾ ഞാനത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ സിനിമയിൽ വന്നിരിക്കുന്ന പുതിയ ടാക്സാണ് സർവീസ് ടാക്സ്. 2012 ജൂലൈ 1 മുതൽ വന്നിരിക്കുന്നതാണ്. അപ്പം ഞാനിതിൻ്റെ ഒരു സർവീസ് ടാക്സിൻ്റെ അംബാസഡറായ സ്ഥിതിക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിത് പറയാം. ഒരു ഇത്രയും സമയം നമ്മൾ എടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എന്റെ ചോദ്യങ്ങളും അവരുടെ ചോദ്യങ്ങളും ഒക്കെ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ കള്ളക്കടത്തോ മറ്റേ മയക്കുമരുന്നോ അല്ലെങ്കിൽ നോട്ടടിയോ ഇതൊന്നും ചെയ്തിട്ടല്ല. നല്ല അധ്വാനിച്ച് ജോലി ചെയ്ത ഇതിന്റെ പേരിലാണ്. 10-18 വർഷമായിട്ട് മലയാളി പ്രേക്ഷകർ തന്ന ഒരു ഇമേജിനെ ഇല്ലാണ്ടാക്കാനുള്ള ശ്രമം കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാനൊരു ഓപ്പൺ ബുക്കാണ്. ടാക്സ് എത്രത്തോളം അടയ്ക്കാണ്ടെന്ന് ഇവർ പറയുന്നു. എനിക്ക് കണക്കുകളെ കുറിച്ച് ഒന്നും അറിയില്ല. കാരണം ഞാൻ നിയമങ്ങളെ മാനിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് പറയുന്നു അത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ സാറിൻ്റെ അടുത്ത് ചോദിച്ചു. കാരണം സാറ് എന്നെ ഒന്ന് വിളിച്ചാൽ, ഞാൻ ഒരു ഇൻകം ടാക്സ് മീറ്റിങ്ങിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ ഒന്ന് വിളിച്ചാൽ ഞാൻ ഓടി വരും. ഒന്നും വിളിച്ചാൽ മതി, ഞാൻ ഓടിയൊന്നും എല്ലാം പറയാം. അല്ലെങ്കിൽ ഞാൻ ഒന്ന് വരാൻ വൈകിയാൽ വീട്ടിലേക്ക് വരുന്നവർക്കൊന്ന് പറഞ്ഞ് കേൾപ്പിച്ചാൽ മതി, ഞാൻ വരും. കാരണം ഞാൻ ഗവൺമെന്റ് ഒഫീഷ്യൽസിനെ അത്രയും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. നിയമങ്ങളെ ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിഞ്ഞാലാണ് എനിക്ക് വെട്ടിപ്പെടുത്താൻ പറ്റും. എനിക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല. എനിക്ക് കണക്കുകളെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത ഒരാളാണ് ഞാൻ. ഏതൊരു വീട്ടിലും, അത് നമ്മള് നമ്മുടെ അമേരിക്കയിലോ ഗൾഫിലോ അല്ലെങ്കിൽ മറ്റേത് രാജ്യത്തും ട്രാവൽ ചെയ്യുന്ന ഏതൊരാളുടെ വീട്ടിലും ഒരു $100 കാണും. എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല എന്നാണ് ചില ചാനലുകൾ പറയുക. വെട്ടിപ്പ് നടത്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മളതുകൊണ്ട് കള്ളക്കടത്തുകാരൻ്റെ ഒക്കെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് സ്വയം ഒരു വിഷമാവണം. അവർ ടാക്സ് അടയ്ക്കാൻ പറഞ്ഞാൽ ഞാൻ ടാക്സ് അടയ്ക്കും. എനിക്ക് പൈസ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ടാക്സ് അടയ്ക്കും. വെറുതെ നടന്നപ്പോൾ എനിക്ക് ഒരു ഇൻകം ടാക്സ് ഉണ്ടായിരുന്നില്ല, ഒരു സർവീസ് ടാക്സ് ഉണ്ടാവും, ഒന്നുമില്ല. ഞാൻ മിമിക്രി തുടങ്ങിയ കാലത്ത് സത്യം പറഞ്ഞ് ഞാൻ ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ടാക്സ് നടക്കേണ്ടി വരുന്നു. ഇപ്പൊ പണിയെടുക്കണേന്റെ ഇത്തിരി കാശൊക്കെ കിട്ടിയപ്പോ സംഭവങ്ങൾ നടക്കുന്നു, അത്രേ ഉള്ളൂ ഇതിനകത്ത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് വിളിച്ചാൽ ഞാൻ ഓടി വരുമായിരുന്നു എന്ന് പറഞ്ഞ പോലെ അതിനു മുമ്പ് അവര് വീട്ടിൽ വന്നു. അതാണ് ഇപ്പൊ പറ്റിപ്പോയത്. ഉള്ള ഇമേജ് കളയാനുള്ള ശ്രമം നടത്തരുത്. കാരണം ഞാൻ 7 സുന്ദര രാത്രി എന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ചു. ഇപ്പൊ 7 സുന്ദര രാത്രികൾ അറം പറ്റിയോ എന്നുള്ള സംശയമാണ്. ഇങ്ങനെ നൈറ്റുകൾ മൊത്തം സുന്ദരമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പണിയെടുക്കണേന്റെ ഇത്തിരി കാശൊക്കെ കിട്ടിയപ്പോ സംഭവങ്ങൾ നടക്കുന്നു, അത്രേ ഉള്ളൂ ഇതിനകത്ത്. ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? ടാക്സ് ഒക്കെ അടക്കണ്ടേ? ഒരു സഹായമെങ്ങും ഇല്ലാതെ ചിലർ ആനക്കൊമ്പിന്റെയും മറ്റും വഴിയിൽ ഇതും ആകുമോ എന്നറിയാൻ കാത്തിരിക്കണം. സിനിമയുടെ പേര് പറഞ്ഞ് പണമുണ്ടാക്കിയതിനു ശേഷം റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള വൻകിട ബിസിനസ് സംരംഭങ്ങളിൽ പണം നിക്ഷേപിക്കുകയാണ് താരങ്ങൾ മിക്കവരും.
ഒടുവിൽ നികുതി വെട്ടിപ്പിന് പിടിക്കപ്പെടുമ്പോൾ സിനിമയുടെ പേരിൽ ഇളവ് ചോദിച്ചു കളയും. കസ്റ്റംസുകാർ ദിലീപിനെ രക്ഷിക്കട്ടെ. ഈ ആഴ്ച സമ്പന്നമാക്കിയ രാഷ്ട്രീയ ചർച്ച നടത്തിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും PC ജോർജും തമ്മിലാണ്. തിരുവഞ്ചൂരിന്റെ മകൻ അർജുൻ രാധാകൃഷ്ണനെ വിവാദ വ്യവസായി അഭിലാഷ് മുരളീധരനുമായി എന്താണ് ബന്ധം എന്ന ചോദ്യമാണ് ആകെ കുഴച്ചത്. അഭിലാഷ് തിരുവഞ്ചൂരിന്റെ ബിനാമിയാണെന്ന് വരെ പറഞ്ഞു കളഞ്ഞു. ഒരു പാവം മകന്റെ പേരിൽ നടന്ന ആ പോര് കാണുക. കേരളത്തിൽ സാമ്പത്തിക ഇടപാട് എന്താണ്? തിരുവഞ്ചൂർ പറയുന്നത് 12 കൊല്ലം എന്ന്. 2009 മുതൽ മകൻ അർജുൻ ഒരു കമ്പനി MD ആണ്. ഏത് കമ്പനിയിലാണ്? ഞാൻ ചോദിക്കുന്നത്, ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ മകനെന്ന് വിചാരിക്കും, അവൻ മിടുക്കനായി ജയിച്ചു, അവന് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടും. ആ മെറിറ്റിനകത്ത് അച്ഛൻ ഇടപെട്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അവൻ അവിടെ നിന്ന് വീണ്ടും പാസ്സായി, അവന് നല്ല ഒരു വിദേശ സർവകലാശാലയിൽ അഡ്മിഷൻ കിട്ടി, അതും ഫുൾ സ്കോളർഷിപ്പ് ആണെങ്കിൽ വീണ്ടും അച്ഛൻ ഇടപെട്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അവൻ അവിടെ റിസർച്ച് ചെയ്തു, നല്ലൊരു ഗൈഡ് അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ വന്നു. അവൻ അങ്ങനെ നല്ല റേറ്റിങ്ങോടുകൂടി MS പാസ്സായി, അവിടെ അച്ഛൻ ഇടപെട്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഏറ്റവും അവസാനത്തെ പോയിൻ്റാണ്, അവിടുന്ന് എൻജിനീയറിംഗ് സർവീസ് അവർ തുടങ്ങി, അവൻ അതിന് എൻജിനീയറിംഗ് കൺസൾട്ടൻസിക്ക് പോയി, അവിടെ അച്ഛൻ ഇടപെടേണ്ട വല്ല കാര്യമുണ്ട്? അഭിലാഷിൻ്റെ ഏത് കമ്പനിയിലാണ് മകൻ അർജുന് ഷെയർ ഉള്ളത്? അല്ലെങ്കിൽ മകൻ ബോർഡ് മെമ്പറായിട്ടുള്ള ഏത് കമ്പനിയിലാണ്? പാം ഇന്ത്യ ആണോ, പാം ഗ്രൂപ്പാണോ? എൻ്റെ മകൻ ഒരു തെറ്റായ കമ്പനിയാണ് ചെന്നുപെട്ടതെങ്കിൽ ഞാൻ അന്ന് അവനെ വിലക്കും. പക്ഷെ അവനൊരു പ്രായപൂർത്തിയായ പൗരനാണ്. അവൻ്റേതായ ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഈവൻ ദെൻ ഒരു ഫാദർ എന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യേണ്ട കടമകൾ ഞാൻ ചെയ്യും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെയല്ല. ഞാൻ പരിശോധിച്ചു, എനിക്ക് കിട്ടാവുന്ന എല്ലാ സോഴ്സിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ, കമ്പനീസ് ആക്ട് അനുസരിച്ചുള്ള കാര്യത്തിൽ ഒക്കെ ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ എനിക്ക് വേറൊന്നും മനസ്സിലായിട്ടില്ല. അത്രയും വിദ്യാഭ്യാസമുള്ള ഏത് മകനായി ഈ പറഞ്ഞ ആളുടെ മക്കൾ വല്ലതും ആണോ? അവർക്ക് എന്താ യോഗ്യത? അത് എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ മകൻ ഒന്നാമതൊരു അഡ്വക്കേറ്റാണ്, മാന്യായ വക്കീലാണ്. ഇതുപോലെ പിടിച്ചൊരു കമ്പനിയിലൊന്നുമില്ല. അവരുടെ യോഗ്യത എന്താ? എൻ്റെ രണ്ടാമത്തെ മകൻ +2 പഠിക്കാൻ നല്ല മാർക്ക് വാങ്ങി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല. തിരുവഞ്ചൂരിൻ്റെ തോന്നലുകൊണ്ട് പറയുന്നു. ഈ ചോദ്യം എന്താ യോഗ്യത? ആ യോഗ്യതയുള്ള ആളുകളെ എടുത്തില്ല. മക്കളെ പഠിപ്പിക്കാം, മക്കളെ കൊള്ളയടിക്കാൻ പറ്റരുത്. അതിൻ്റെ അർത്ഥം അവരുടെ മക്കൾക്ക് കിട്ടാത്തത് ഇവന് കിട്ടിയ എന്താ? അതിനെ ഈ അസൂയ എന്ന് പറയുന്നത്. പാം ഇന്ത്യ ആണോ, പാം ഗ്രൂപ്പാണോ? മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ 2nd റാങ്ക് ആയിരുന്നു. അവൻ ആ സെൻറ്റ് കിറ്റ്സ് കോളേജിലെ ഗോൾഡ് മെഡലിസ്റ്റും ആ വർഷം അവൻ തന്നെയായിരുന്നു. ഗോൾഡ് മെഡലൊന്നുമില്ല, പാവം. വെള്ളി മെഡലോ ഒന്നൊക്കെ ഞങ്ങൾ പാവങ്ങളാണ്. റോച്ചസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ന്യൂയോർക്കിൽ, അവിടെ അവർ വളരെ ഒരു നല്ല ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടാണ് വിലയിരുത്തുന്നത്. അവിടെ ഫുൾ സ്കോളർഷിപ്പോട് കൂടിയാണ് അവൻ പഠിക്കാൻ പോയത്. ഈ ഗോൾഡ് 5 കൊല്ലം ബോക്സിംഗ് ചാമ്പ്യൻ ആയതിന്റെ കപ്പ് ഇരിപ്പുണ്ട് വീട്ടില്. കാണോ നിനക്ക്? കപ്പോ അല്ല, ബാസ്കിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ ഗരാറ്റെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ ഗളരിപ്പൈറ്റ്, അത് കുറെ കാലം പഠിക്കണം എന്ന് പറഞ്ഞ് നടന്നു, ടൈം കിട്ടിയില്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല, അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. അവൻ ആ സെൻറ്റ് കിറ്റ്സ് കോളേജിലെ ഗോൾഡ് മെഡലിസ്റ്റും. ഗോൾഡ് മെഡലൊന്നുമില്ല, പാവം. വെള്ളി മെഡലോ ഒന്നൊക്കെ ഞങ്ങൾ പാവങ്ങളാണ്. എൻ്റെ മകൻ്റെ ഫോട്ടോ അല്ലേ ചില മാധ്യമങ്ങളിൽ കൊടുത്തത്? മന്ത്രിയുടെ ഫോട്ടോ ഒന്നും മന്ത്രിയുടെ ഫോട്ടോ ഒന്നും കൊടുത്തില്ലല്ലോ. എൻ്റെ മകൻ്റെ ഫോട്ടോ, എൻ്റെ ഹൃദയം തകർന്നു. അവൻ്റെ വർണ്ണമാല്യം ഇട്ടുകൊണ്ട് അവൻ്റെ ഫോട്ടോ ഒരുമാതിരി വളരെ മോശമായി ചിത്രീകരിച്ച് ചില മാധ്യമങ്ങൾ കൊടുത്തപ്പോൾ, അതെൻ്റെ മാത്രമല്ല, ഒരു ഫാദർലി അഫക്ഷനോട് കൂടി നമ്മൾ കാണുന്ന ഏത് കുട്ടിയെക്കുറിച്ചും ഏത് പിതാവിനും ഉണ്ടാകുന്നതല്ലേ അത്. ഞാൻ അവരെന്ത് തെറ്റ് ചെയ്തു? എൻ്റെ ചോദ്യം അവിടെയാണ്. ഇപ്പം പറയുക അവനെക്കുറിച്ചല്ലത്. അവരെന്ത് തെറ്റ് ചെയ്തു? അവർ പഠിച്ചതാണോ തെറ്റ്? ഈ നാട്ടിൽ ജോലി കിട്ടാൻ സാധ്യത കുറവുള്ളത് കൊണ്ട് നാട് വിട്ട് വിദേശത്ത് പഠിക്കാൻ പോയതാണോ തെറ്റ്? ഈ നാട്ടിൽ വന്ന് വരുന്നതിനൊക്കെ ഒരു കൺസൾട്ടൻസി ഒരു സർവീസ് ആരംഭിച്ച് ഏതെങ്കിലും കമ്പനികൾക്ക് കൺസൾട്ടൻസി കൊടുത്ത് അവൻ്റെ വിവരവും വിദ്യാഭ്യാസവും കൊടുത്ത് ജീവിക്കാൻ ശ്രമിച്ചതാണോ തെറ്റ്? ഇത് ഭീഷണിയല്ല, രോദനം. ഒരച്ഛന്റെ രോദനം, ഒരച്ഛന്റെ രോദനം. എന്നെ മക്കളെ അതൊരു അസൂയമുണ്ട്.
അല്ല പിന്നെ എന്താ പിന്നെ അല്ലാതെ ഞാനൊന്നും അങ്ങനെ ഒരാളുടെ പേരും പറയുന്നില്ല. ഇതിനകത്ത് ഇത്രയും മനുഷ്യത്വരഹിതമായിട്ട് ആരൊക്കെ പറയുമോ അവരെയല്ല ഇതിന്റെ കൂട്ടിപ്പോയി. അനാവശ്യം പറഞ്ഞ നിന്റെ പറങ്ങാണ്ടി മോന്ത അടിച്ച് പൊളിച്ചളെ അറിയാം. ഓ നീ മൊത്തമായി നാളുകട വർത്താനം ചോദിക്കാടെ നീ ഏക്കട മകൻ പാറക്കച്ചവടമായിട്ട് നടക്കില്ല. നാട്ടിൽ മുഴുവൻ കുറിക്കും ബാക്കി എല്ലാത്തിനും ഷെയറുമായിട്ടും ആളുകളെ പീഡിപ്പിച്ചും പിടിച്ചു പറിച്ചും നടക്കുന്നതിന് മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ വിവരം കേട്ടവർക്ക് വർത്താനം എന്നോട് ചോദിക്കാം. മാന്യന്മാർ വർത്താനം പറയും ഊളത്തരം. ഇവിടെ അയാൾക്ക് പണ്ടിയുടെ വില കൂടിയാലെന്തരും കുറഞ്ഞാലെന്തരും 5 വർഷം പിടിച്ച് തൂങ്ങണം, അത്രയല്ലേ ഉള്ളൂ. ഇവിടെ അനാവശ്യം പറഞ്ഞ നിന്റെ പറങ്ങാണ്ടി മോന്ത അടിച്ച് പൊളിച്ചളെ അറിയാം. ഓ നീ മൊത്തമായി പുള്ളി ഇതിലേക്ക് ഇറങ്ങി വരുമ്പോ 4 എണ്ണം അടിച്ചു പോകും. ആരടാ എവിടെയാടാ എന്നൊക്കെ ചോദിച്ച് നിങ്ങളെയും വരട്ടും. അപ്പൊ നിങ്ങളും അയ്യോ എന്ന് പറഞ്ഞ് നിങ്ങളും ഏറെമൂളി നിൽക്കും. വേറെ ചിലയിടത്തും പുള്ളിയുടെ വക വരട്ടെ. അതുകൊണ്ട് ഞാൻ അതിനൊന്നും മറുപടിക്കില്ല. സോളാർ തട്ടിപ്പുകളുടെ ഒത്തുതീർപ്പ് വഴികളിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതുമ്പോഴാണ് തിരുവഞ്ചൂരിന് തലവേദനയായി PC ജോർജ് പുതിയ വിവാദം അഴിച്ചുവിട്ടത്. ഉമ്മൻചാണ്ടി ഇതെല്ലാം കണ്ട് ദീർഘനിശ്വാസം വലിക്കുകയുമാണ്. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് നായ വളർത്തൽ. ഇതിനെ എങ്ങനെ കണ്ടാൽ സ്നേഹിക്കാനും കെട്ടിപ്പിടിച്ചൊരു കുഞ്ഞിനെ എടുത്ത് ഉമ്മ കൊടുക്കുന്നത് പോലെ ഉമ്മ കൊടുക്കാനും മാത്രമേ പട്ടിക്കുഞ്ഞേ എന്നെ മാതല്ലേ പട്ടിക്കുഞ്ഞ്